ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നത് തെങ്കാശിയിലേക്കാണ്. വാസുദേവനെല്ലൂരിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ റോഡ് സൈഡിൽ കാണുന്ന വ്യൂസാണിത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോകുന്നത്. പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽഡിംഗ് പ്രോജക്റ്റാണ് കേട്ടോ, റെസിഡൻഷ്യൽ ബിൽഡിങ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആദ്യം നമ്മൾ പ്ലാൻ വരച്ച് പിന്നെ അത് വീട് വച്ച് ഓരോ സ്റ്റേജ് അങ്ങനെ നിങ്ങളെ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ, അത്രയേ ഉള്ളൂ. കുറഞ്ഞ സ്ഥലപരിധിക്കുള്ളിൽ എങ്ങനെ ഒരു കുഞ്ഞു നല്ല വീട് വയ്ക്കുക എന്നുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഒരു വീഡിയോ ആക്കാമെന്ന് തീരുമാനിച്ചത്. വെറും 2 സെൻറ്റിനകത്തുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണിത്. ആദ്യം നമുക്ക് എന്തായാലും പ്ലാൻ ഒന്ന് നോക്കാം. ഇത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനാണ് കേട്ടോ. 180 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്. സെറ്റ് ബാക്കൊക്കെ വെറും 60 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പ്ലാനിലില്ലാത്തൊരു സംഭവമാണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇതുവരെ ഫസ്റ്റ് ഫ്ലോർ വരെ എത്തിയിട്ടേ ഉള്ളൂ. അകത്ത് കയറി കാണാമെന്ന്. ഇതാണ് എൻട്രൻസ്. എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കയറുന്നതും ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ. അവിടെ നിന്ന് മുകളിലോട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ കയറുന്നത് ഹാളിലോട്ടാണ്. ഒരു ചെറിയ ലിവിങ്. ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു പ്ലാനല്ലേ നമ്മൾ വരച്ചത്. അത് വെച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും, എത്ര സ്പേസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ കാണിക്കുന്നത്. ഇത് കിച്ചനാണ് കേട്ടോ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൻ. ഇതാ ചെറിയ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ പ്ലാനിലില്ല എന്ന് പറഞ്ഞത്, അത് വർക്ക് ഏരിയയാണ്. അടുത്തിനി നമ്മൾ നോക്കാൻ പോണത് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം. 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. 2ലും ഓരോ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ടോയ്ലറ്റ്. ഉള്ള സ്ഥലപരിമിതിക്കകത്ത് എല്ലാം ചെയ്യുക, എല്ലാം അവർക്ക് വേണം എന്നുള്ള രീതിയിൽ ചെയ്ത ഒരു പ്ലാനാണ്. ക്ലയൻറ്റ് പറഞ്ഞ രീതിക്ക് തന്നെ എല്ലാം ഉൾപ്പെടുത്തി അവരുടെ ഇഷ്ടാനുസരിച്ചുള്ള ആ ഒരു രീതിക്കാണ് ഈ പ്ലാൻ ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറും കൂടെ നമുക്ക് പോയി നോക്കാം. സെയിം ഇത് തന്നെ 2 ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാണിത്. അതുകൊണ്ട് തന്നെ സെയിം ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത് കിച്ചനും 2 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പ്ലസ് ലിവിങ്. അങ്ങനെ നമ്മളെ വർക്ക് ഇതുവരെയാണ് ആയിട്ടുള്ളത്. ഇതുവരെ ആയിരുന്ന സമയത്താണ് ഞാൻ ഇതെടുത്തത്. ഇപ്പം റൂഫൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. എലിവേഷൻ ഞാൻ ഇതിൽ ഫോട്ടോ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതെന്തായാലും ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ എലിവേഷൻ ഞാൻ ഇടുള്ളൂ. ആദ്യം അവർ ഈ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ 2 സെൻറ്റ്, 1 സെൻറ്റിൽ ഒരു ഫാമിലിക്ക്, 1 സെൻറ്റിൽ ഒരു ഫാമിലിക്ക്, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 വീട് കണക്ക് കെട്ടാനുള്ള രീതിയാണ് നമ്മൾ തീരുമാനിച്ചത്. ക്ലയൻറ്റിൻ്റെ ആവശ്യം അങ്ങനെയായിരുന്നു. പിന്നെ പ്ലാൻ കണ്ടപ്പോൾ അവർ മാറ്റി ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ 2ആക്കി 2 ഫാമിലി ഇതങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ വരച്ച പ്ലാൻ ഇതായിരുന്നു കേട്ടോ. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ ഇതേ സെയിം ഇത് തന്നെ ഇപ്പുറത്തും വരും. ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഒരു സൈഡിലാണെങ്കിൽ ഒന്നും വെട്ടോ വെളിച്ചോ ഒരു വിൻഡോയോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റൂല. അടുത്ത വീടല്ലേ, 2 സെൻറ്ററിൽ കൂടെ ഒരു ചുവരങ്ങ് കൊടുക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് പ്ലാൻ വരച്ച് വന്നപ്പോൾ അതിൻ്റെ അപാകതകളൊക്കെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം അങ്ങനെയാണ് അവർ പ്ലാൻ മാറ്റിയത്. അങ്ങനെയാണ് നമ്മൾ ആ 2 ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ഫാമിലിയായിട്ട് അങ്ങനെ വീട് വെച്ചത്. എൻ്റെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ ഗൈസ്. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് പ്ലാനിനെ കുറിച്ച് നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ, എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ പ്ലാനുകൾ വരയ്ക്കണമെങ്കിൽ എന്നെ സമീപിക്കേണ്ടതാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ പ്ലാൻ വരച്ച് അയച്ചു തരുന്നതാണ്. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ എൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് സംസാരിച്ച് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് വീട് വയ്ക്കാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് ആ ഒരു രീതിക്കാണ് ഞാൻ പ്ലാൻ വരച്ച് കൊടുക്കുന്നത് ക്ലയൻറ്റിന്.
ജീവിതത്തിൽ ഒരിക്കലല്ലേ ഒരു വീട് വയ്ക്കുന്നത്. അത് എങ്ങനെ വയ്ക്കണമെന്നുള്ള ഒരിത് ഏതൊരു മനുഷ്യനും ഒരു മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ്. അപ്പം അത് അവരോട് ചോദിച്ച് അവർക്ക് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പ്ലാൻ വരച്ച് കൊടുക്കുകയുള്ളൂ. ഒരുപക്ഷെ ആദ്യം നമ്മൾ വരച്ച് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും മാറ്റം വേണം, ശരിയായില്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം ഞാൻ വീണ്ടും വരച്ച് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ, സീ യു. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.